ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വന്നതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ഡേയിലെ വിശേഷങ്ങളാണ്. അതായത് നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ശ്രുതിയുടെ വീട്ടിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അന്നത്തെ ക്രിസ്മസ് ഡേയിലെ വിശേഷങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഡിസംബർ 25-ാം തീയതി അന്ന് രാവിലെ ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. ശരതകുഞ്ഞമ്മയ്ക്ക് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് ഫുൾ കുക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ആൾ നേരത്തെ എണീറ്റു. അങ്ങനെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സമയത്ത് എണീറ്റത്. കാരണം ഇന്നലത്തെ രാത്രിയിലത്തെ ഉറക്കം അങ്ങോട്ട് സുഖമായിട്ട് ഞാൻ ഉറങ്ങിയില്ല. അതായത് ഞങ്ങളെല്ലാവരും കിടന്നപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ ഒരു 6 മണിക്ക് അലാറം വെച്ചിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ വന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ 1-2 ദിവസം കൂടി ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഭംഗി പിന്നെ കിട്ടത്തില്ലല്ലോ. അങ്ങനെ പിന്നെ വീഡിയോ എടുത്തിട്ട് ഞാൻ വീണ്ടും പോയി കിടന്നുറങ്ങി. പിന്നെ ഞാൻ എണീക്കുന്നത് ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ പോയി കിടന്നിട്ട് അങ്ങനെ രാവിലെ നേരെ എണീറ്റു. നമ്മുടെ ശ്രുതിക്ക് 2 ഫൈറ്റർ ഫിഷ് ഉണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ ഒരെണ്ണമുണ്ട്. അവനെ ഞാൻ കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും. അത് നമുക്ക് റെഡാണ്. ഇവർക്ക് ഒരു നേവി ബ്ലൂവും പിന്നെ അതുപോലെ ഒരു പീച്ച് ഷെയ്ഡ് വരുന്ന 2 മീനാണുള്ളത്. അങ്ങനെ ഞാൻ ശ്രുതി എടുത്ത് പറഞ്ഞാൽ ഞാൻ തന്നെ ഇന്ന് അതിന് ഫുഡ് കൊടുക്കാമെന്ന്. ഇപ്പോൾ രാവിലെയും വൈകുന്നേരമായിട്ടാണ് അവിടെ കൊടുക്കുന്നത്. നമ്മളെ വീട്ടിൽ കൊടുക്കുന്നത് പോലെ തന്നെ. അങ്ങനെ രാവിലെ തന്നെ അവർക്ക് കുറച്ച് ഫുഡൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അതിനടുത്തായിട്ട് തന്നെ ഇരുന്നിട്ട് ശ്രുതിയുടെ ബോട്ടിലാണ് അവൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചത്. എനിക്കൊന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് അതിൻ്റെ അകത്ത് നിന്ന് മേടിച്ചാണ്. ഞാൻ ഇതുപോലെ ഒരുപാട് വീഡിയോസിലും കാര്യത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ബോട്ടിലിനെ അവിടെ വെച്ച് കണ്ടുമുട്ടി ഗൈസ്. പിന്നെ അതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിലൊന്നും ഞാനോട്ട് ഒരു റോളും ഇല്ല കേട്ടോ. ഇത് അമ്മയും ശരതകുഞ്ഞമ്മയും കൂടിയാണ് രാവിലെ തന്നെ കിച്ചണിൽ കയറി പരിപാടികൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ വെജിറ്റബിൾ സ്റ്റൂ ആക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ്. അപ്പോൾ അപ്പവും വെജിറ്റബിൾ സ്റ്റൂവും അതിൻ്റെ കൂട്ടത്തിൽ ബീഫ് സ്റ്റൂ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബീഫ് സ്റ്റൂ അങ്ങനെ കഴിക്കത്തില്ല. കാരണം എനിക്ക് ബീഫ് അലർജി ആയതുകൊണ്ട് തന്നെ ഞാനത് കഴിക്കത്തില്ല. അതൊരു സൈഡിൽ റെഡിയായി. അതിനുശേഷം ഇടയ്ക്ക് പിന്നെ ഞാൻ പോയി ബ്രഷ് ചെയ്ത് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഞാനും കൂടി ഒന്ന് കിച്ചണിൽ കയറി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കുക്കിങ്ങിനൊന്നും ഞങ്ങൾ ഇതേവരെ കയറിയില്ല. അങ്ങനെ രാവിലെ തന്നെ ബീഫ് സ്റ്റൂ ഒരു പാത്രത്തിലേക്ക് ആക്കുവാണ്. ശ്രുതിയും പാറും എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എനിക്കാണെങ്കിൽ ബീഫ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ബീഫ് കൂട്ടി കഴിച്ചില്ല. ഞാൻ വെജിറ്റബിൾ സ്റ്റൂവും കൂട്ടിയിട്ടാണ് അപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നത്. തലേ ദിവസം ട്രാവലിങ്ങിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കിടക്കാനും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എണീക്കാനും ലേറ്റായി. അമ്മയും ശരതകുഞ്ഞമ്മ കേട്ടോ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. അവർ എണീറ്റ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അവർ തന്നെ ആയിരുന്നു. അങ്ങനെ എല്ലാവർക്കും ചായയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ ഇന്ന് എല്ലാവർക്കും കൊണ്ട് സെർവ് ചെയ്ത് കൊടുത്തു അത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഇനി കിച്ചണിലേക്ക് കയറത്തുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾ സ്റ്റൂ ആയിട്ടാണ് കഴിച്ചത്. ഇപ്പോൾ ആരാമിന് വേണ്ടിയിട്ട് ഇടുവാണ്. അങ്ങനെ ഞാൻ കുറച്ച് വെജിറ്റബിൾ സ്റ്റൂവും അപ്പവും കഴിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങളും കിച്ചൺ ഡ്യൂട്ടിക്ക് കയറാൻ പോവാണ്. കാരണം ഞങ്ങളും കൂടി കയറിയാൽ മാത്രമേ ഒരു ചെറിയ ഹെൽപ്പെങ്കിലും ചെയ്ത് കൊടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് തേങ്ങയൊക്കെ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ തിരുവാൻ പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ. വെജിറ്റബിൾസ് അല്ല, കൂടുതലും ഇറച്ചിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നോൺ വെജ് ആയിരുന്നു ഒരുപാടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോൺ വെജ് എന്തൊക്കെയായിരുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഇവിടെ മെയിനായിട്ട് നോൺ വെജാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ എനിക്കൊന്നും ഇവിടെ കുറച്ചും കൂടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നോൺ വെജിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് അരിയാനും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ കുഞ്ഞു ഹെൽപ്പൊക്കെ ഞങ്ങളും ചെയ്തു കൊടുത്തു. പിന്നെ ഒരു സൈഡിൽ ഉച്ചക്കലത്തേക്കുള്ള മീൻ വറുക്കുവാണ്. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോഴത്തേക്കും ഒന്നൊരു പാത്രമേ ഉള്ളൂ. ഇതല്ല, ഇതുപോലെ തന്നെ ഒരുപാട് പാത്രത്തിൽ ഇതുപോലെ വറുത്ത് ഇങ്ങനെ മാറ്റുവാണ്. അതിനൊരു വലിയ കാസറോൾ നിറച്ച് ഫിഷ് ഫ്രൈ മാത്രം അതുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ എന്താ വെച്ചാൽ മീറ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം ഇങ്ങനെ അങ്ങനെ രാവിലെ തന്നെ മീനിൻ്റെ ചിക്കൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഫിഷ് എല്ലാം കൂടി ഫ്രൈ ചെയ്ത് വെച്ച് അതിനിടയ്ക്ക് തന്നെ മീൻകറിയും വെച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനേശം ഇത് ഉച്ചക്കലത്തേക്കുള്ള ചിക്കൻ ആക്കി വെക്കുകയാണ്. അപ്പോൾ ആ 2 പരിപാടിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കുറച്ചും കൂടി ഇല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ 2 പരിപാടി രാവിലെ തന്നെ ഒതുക്കി വെച്ചിട്ട് ഇനി മെയിൻ പരിപാടി എന്ന് വെച്ചാൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞല്ലോ. ഇപ്പോൾ എന്തായാലും ക്രിസ്മസ് കേക്ക് കട്ടിങ് ആണ് അടുത്തത്. അപ്പോൾ നമ്മൾ പ്ലം കേക്കാണ് കേട്ടോ. പ്ലം കേക്ക് ആണല്ലോ ക്രിസ്മസിൻ്റെ മെയിൻ ഐറ്റം. അങ്ങനെ പ്ലം കേക്ക് ഞാൻ മുമ്പത്തെ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്ലം കേക്ക് അങ്ങനെ ഇഷ്ടമല്ലെന്ന്. എനിക്കത് പ്ലം കേക്ക് എങ്ങനെ കിട്ടിയാലും എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. മുമ്പ് ഒരിക്കൽ എപ്പോഴും അത് കഴിച്ചപ്പോൾ ഒരു വയറുവേദന എടുത്ത് പിന്നെ എനിക്ക് അങ്ങനെ പ്ലം കേക്കിനോട് വലിയ ഇഷ്ടം. എങ്കിൽ കുറച്ചൊക്കെ കഴിക്കും. അങ്ങനെ ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കേക്ക് കിട്ടുന്ന സമയത്ത് എല്ലാവരും കൈയൊക്കെ കൊട്ടി പാട്ടൊക്കെ പാടി ഹാപ്പി ക്രിസ്മസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നേരത്തെ വോയിസ് എനിക്ക് ഇടാൻ പറ്റിയില്ല. എപ്പോഴത്തെയും പോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ മ്യൂസിക് ചതിച്ചു കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ കിടക്കുകയാണ്. അതായത് അവിടെ സ്പീക്കറിൽ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ ഉറക്ക വെച്ചേക്കുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യം ഓൺ വോയിസ് തന്നെ കൊടുക്കേണ്ടി വന്നു. അതെപ്പോഴും അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഓൺ വോയിസ് കൊടുക്കണ്ടെന്ന് വിചാരിക്കുന്ന അന്നേരമൊക്കെ ഈ മ്യൂസിക് കാണും. അങ്ങനെ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കും കൂടി വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ഓളം ഉള്ളൂ. അതും വേറെ കാര്യം. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസും അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ ഇനി പരിപാടി എന്താണെന്ന് വെച്ചാൽ അതൊക്കെ തന്നെ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ. അങ്ങനെ ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ പ്ലം കേക്ക്. വല്ല ക്രീം കേക്ക് എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ കഴിച്ചേനെ. കാരണം എനിക്ക് പ്ലം കേക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു മിനിയെ കഴിച്ചോളൂ.
പിന്നെ ഞങ്ങളെല്ലാവരും നേരെ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് കയറി അവിടെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഓരോരോ കറികളായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഫൈനൽ ഞാൻ കാണിച്ചത് എന്തൊക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ സ്പെഷ്യൽ എന്ന്. പിന്നെ അതിനുശേഷം എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടി കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്യുകയാണ്. പൈനാപ്പിൾ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഫുഡ് കഴിഞ്ഞതിന് ശേഷം കഴിക്കത്തില്ലേ, ഒരു ബൗളിലാക്കി കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തതാണ്. പക്ഷേ എന്താ പറയുന്നത്, കട്ട് ചെയ്തത് മാത്രം ഓർമ്മയുണ്ട്. അതിനിടയിൽ കൂടെ പൈനാപ്പിളിൻ്റെ പീസസൊക്കെ എങ്ങോട്ട് പോയെന്ന് എനിക്കൊരു ഓർമ്മയും ഇല്ല. അങ്ങനെ എല്ലാം വലിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് നല്ല പഴുത്ത പൈനാപ്പിളായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും കഴിക്കുന്നുണ്ടായിരുന്നു, അതും വേറെ കാര്യം. അങ്ങനെ പൈനാപ്പിൾ വൃത്തിയാക്കുവാണ്. പൈനാപ്പിൾ വൃത്തിയാക്കുമല്ല, പൈനാപ്പിളിലെ തൊലിയെല്ലാം നല്ല രീതിയിൽ ചെത്തി കളഞ്ഞെടുക്കുവാണ്. അങ്ങനെ അതായിരുന്നു പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. എല്ലാ പ്രാവശ്യവും ക്രിസ്മസിന് ഇങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ ആഘോഷിക്കും. അതായത് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നതിന് മുന്നേ കട്ട്ലറ്റ് കഴിക്കും. കട്ട്ലറ്റ് കഴിച്ചതിന് ശേഷം ബ്രെഡും പിന്നെ എന്തെങ്കിലും കറി ഉണ്ട്. അതിപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, അങ്ങനെ എന്തെങ്കിലും കറി കൂട്ടി ബ്രെഡ് കഴിക്കും. പിന്നെ അതിന് ശേഷമായിരിക്കും ചോറ് വിളമ്പുന്നത്. അത് എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കുന്നത്. പക്ഷേ പൈനാപ്പിൾ കട്ട് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ പൈനാപ്പിൾ കട്ട് ചെയ്തത് ഓർമ്മയുണ്ട്. പക്ഷേ പൈനാപ്പിളൊക്കെ അപ്പോഴേ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ലഞ്ചിനുള്ള സമയമായി, എല്ലാ സാധനങ്ങളും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് എല്ലാം കൂടി കൊണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെക്കുകയാണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഓരോന്നൊക്കെയായിട്ടാണ്. ഇത് ക്യാബേജ് തോരനാട്ടോ ആ ഒരു ബൗളിലിരിക്കുന്നത്. പിന്നെ ഇത് മീൻകറി, നല്ല പുഴമീൻ്റെ കറിയായിരുന്നു. പിന്നെ അതിന് ശേഷം മോരുകറി വെച്ചിട്ടുണ്ട്. അത് സരിത കുഞ്ഞമ്മയുടെ സ്പെഷ്യൽ മോരുകറിയാണ്. പിന്നെ താറാവ് കറി. പിന്നെ ഇത് ചെമ്മീനാണ്. ചെമ്മീൻ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇത് സാലഡ്, ഇതുപോലെ കുക്കുംബറും ക്യാരറ്റും ഉള്ളിയൊക്കെ ഇട്ട നല്ല സാലഡ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഇനി സാധനങ്ങൾ കൊണ്ടുവെക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇപ്പോൾ ബ്രെഡ് കഴിക്കാനായിട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ, കട്ട്ലറ്റ് ഞങ്ങൾ പ്രാവശ്യം എടുത്തില്ല, ബ്രെഡ് എടുത്തു. അപ്പോൾ ബ്രെഡിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ബീഫ് കറിയോ ചിക്കൻ കറിയോ താറാവോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ ആ ഒരു സെക്ഷനാണ് ഫസ്റ്റ്. ഇനി അടുത്ത സെക്ഷൻ ചോറാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ എല്ലാ കറി എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയാം. പോർക്ക്, ബീഫ്, താറാവ്, ചിക്കൻ, മീൻ ഇത്ര ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് കൂന്തൽ, അതായത് കണവയില്ലേ, നമ്മളിവിടെ കണവ എന്ന് പറയാം. ഇവിടെ എറണാകുളം അവിടത്തേക്കെന്ന് വെച്ചാൽ കൂന്തൽ എന്നാണ് പറയുന്നത്. കണവ, അതുപോലെ തന്നെ കൊഞ്ച്, ഇത്രയായിരുന്നു നോൺ വെജ് ഐറ്റംസ് ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മീൻ വറുത്തതുണ്ട്, അത് വേറെ. പിന്നെ അല്ലാതെ വെജ് ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് സാലഡ്, അതുപോലെ തന്നെ തോരൻ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു. അതുപോലെ തന്നെ മോരുകറി, ഇതായിരുന്നു വേറെ. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഒരു ചായ സമയത്തേക്ക് നമ്മുടെ ശ്രീഹരി കുറച്ച് കപ്പലണ്ടിയൊക്കെ വെച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കട്ടെ. എനിക്ക് വാരിപ്പറക്കി കഴിക്കാൻ പറ്റത്തുകൊണ്ട് ഞാനതിലോട്ട് തൊടാൻ പോലും പോയില്ല. പിന്നെന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് ആൽബം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. നമ്മുടെ സരിതക്കുഞ്ഞമ്മയൊക്കെ എൻ്റെ എൻഗേജ്മെൻറ്റ് അടുത്ത ദിവസം വീട്ടിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ അവർക്കൊന്നും ആൽബം കാണാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ അതിനുശേഷം നിശ്ചയത്തിന് ശേഷം ഞങ്ങൾ ഇപ്പോഴല്ലേ എല്ലാവരും നേരിട്ട് കാണുന്നത്. അങ്ങനെ ഞാൻ കൊല്ലത്തുനിന്ന് ആൽബം കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരും ആൽബമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ആൽബം ഫോട്ടോസൊക്കെ ഇഷ്ടമായെന്ന് പറഞ്ഞു. നമ്മുടെ ആൽബം കൊണ്ടുവന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോഴതൊക്കെയായിരുന്നു വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നല്ലൊരു ക്രിസ്മസ് എല്ലാവരും അടിച്ചു പൊളിച്ചു. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത പാർട്ടിലായിരിക്കും വരുന്നത്. നമ്മുടെ ക്രിസ്മസ് ഡേയിലെ വിശേഷങ്ങൾ നെക്സ്റ്റ് പാർട്ട് വരുന്നുണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നില്ല. ടാറ്റാ.